MMO പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ ഫേസ് സിസ്റ്റം എന്താണെന്നും അതിൽ വരുന്ന പവർ മെഷർമെൻറ്റ്സ് രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് 3 ഫേസ് കണക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൽ വരുന്ന വോൾട്ടേജ് കറണ്ട് റിലേഷൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ വാട്ടേജ് അല്ലെങ്കിൽ പവർ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സിംഗിൾ ഫേസ് AC എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ജനറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സിംഗിൾ ഫേസ് ജനറേറ്ററാണ് അല്ലേ. അപ്പോൾ അതിൽ ഉള്ളത് മെയിനായിട്ട് രണ്ട് നോർത്ത് സൗത്ത് പോളുകൾ അല്ലേ, അതായത് മാഗ്നറ്റിക് പോൾസിനിടയിൽ ഒരു സിംഗിൾ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന AC ആണ് സിംഗിൾ ഫേസ് AC എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ അതിൻ്റെ വേവ് ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഒരൊറ്റ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 2 ഫേസ് AC എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വൈൻഡിങ്ങുകൾ, ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ AB എന്ന് പറയുന്ന രണ്ട് വൈൻഡിങ്ങുകളെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 ഫേസ് AC കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ഫോം തന്നിരിക്കുന്നതിൽ ഈ രണ്ട് വേവ്സും തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. ആ 90 ഡിഗ്രി മേക്ക് ചെയ്തത് ആ വൈൻഡിങ്ങുകൾ തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. ഇനി 3 ഫേസ് സിസ്റ്റത്തിൽ 3 വൈൻഡിങ്ങുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് 1, 2, 3, അതായത് 3 വൈൻഡിങ്സ്. ഈ 3 വൈൻഡിങ്ങുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള EMF ജനറേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് 3 ഫേസ് AC കിട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് നമ്മളിവിടെ വൈൻഡിങ്സിൻ്റെ റൊട്ടേഷനായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫസ്റ്റത്തെ വേവ് ഫോം ഫസ്റ്റ് വൈൻഡിങ്ങിൽ നിന്നും, രണ്ടാമത്തെ വേവ് ഫോം രണ്ടാമത്തെ വൈൻഡിങ്ങിൽ നിന്നും, മൂന്നാമത്തെ വേവ് ഫോം മൂന്നാമത്തെ വൈൻഡിങ്ങിൽ നിന്നുമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ 3 വൈൻഡിങ്ങുകളും 120 ഡിഗ്രി ഡിഫറൻസിലാണ് ഇവിടെ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വേവ് ഫോമുകൾ തമ്മിലും 120 ഡിഫറൻസിലായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. ഇനി നമ്മൾ അതിനെ ഇവിടെ ഫിഗറിൽ 3 വൈൻഡിങ്ങുകളെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ലൈൻ 1, ലൈൻ 2 ആൻഡ് ലൈൻ 3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഓരോ അതിൻ്റെ 120 ഡിഗ്രിയിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള വൈൻഡിങ്ങുകളിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനെ ആണ് നമ്മളിവിടെ ലൈൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ലൈനുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ വേവ് ഫോം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേവ് ഫോമിൽ 120 ഡിഗ്രി ഡിഫറൻസിൽ ഓരോന്നിനെയും വരച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് മനസ്സിലാവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, ഇത് ഒരു ബാലൻസ്ഡ് ലോഡാണ് നമ്മൾ എപ്പോഴും എടുക്കുക. ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുന്നത് ഓരോ ഫേസിലുള്ള, നമ്മൾ 3 ഫേസസ് ആണല്ലോ, ഈ 3 ഫേസിലുള്ള ലോഡുകൾ സെയിം ആയിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ ഇമ്പിഡൻസ്, ടോട്ടൽ ഇമ്പിഡൻസ് എന്തായിരിക്കും, 3 ഫേസിലും ഈക്വൽ ആയിട്ട് വരുന്ന ലോഡ്സിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ലോഡ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 3 ഫേസിലും ഉള്ളത് എന്തായിരിക്കും, 3 ഫേസിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന EMFൻ്റെയും മാക്സിമം വാല്യൂ സെയിം ആയിരിക്കും. അവയുടെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവയുടെ വേവ് ലെങ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ അവ തമ്മിൽ ഒരു ഡിഫറൻസേ ഉള്ളൂ. എല്ലാ വേവ്സും, അതായത് 3 ഫേസിലുള്ള വേവ് ഫോമുകൾ തമ്മിലും അല്ലെങ്കിൽ 3 ഫേസിൽ ജനറേറ്റ് ചെയ്ത EMFകൾ തമ്മിലും 120 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാകും. അതിനെ നമ്മളിവിടെ പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തത് ഈ ഒരു ഗ്യാപ്പിലുള്ള, അതായത് ഈ ഒരു വേവ് ലെങ്ത്തിലുള്ള ഒരു വേവ് ഫോം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ബീനെയാണ് എടുത്തതെങ്കിൽ ബി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോൾ ഒരു 120 ഡിഗ്രി, ബി സ്റ്റാർട്ട് ചെയ്ത് ഒരു 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇവിടെ റെഡ് കാണിച്ചിരിക്കുന്നത്, അതായത് ആർ ഫേസിലുള്ള വേവ് ഫോമിനെ കാണിച്ചിരിക്കുന്നത്. അതിനെ കഴിഞ്ഞിട്ട് ഒരു 120 ഡിഗ്രി ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് വൈയിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ഫോമിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3ൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ തമ്മിൽ 120 ഡിഗ്രിയാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്.
ഓക്കെ, അതാണ് ഇവിടെ വെക്ടോറിയലി കാണിച്ചിരിക്കുന്നത്. വി ആർ, വി വൈ ആൻഡ് വി ബി, ഈ മൂന്ന് ഫേസസും തമ്മിൽ 120 ഡിഗ്രി കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് ആറ് റൊട്ടേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞ് വൈ റൊട്ടേഷൻ, അത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞ് ബി റൊട്ടേഷൻ. അപ്പം ആറും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 120 + 120 240 ഡിഫറൻസ് ആയിരിക്കും വി ആറും വി ബിയും തമ്മിലുള്ളത്. അപ്പോൾ അതിനെ ഇക്വേഷൻ വൈസ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറിൽ ഫോം ചെയ്ത വോൾട്ടേജിനെ വി ആർ ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. വി എം എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആണ്. വി വൈന് നമുക്ക് വി എം സൈൻ ഒമേഗ ടി -120 എഴുതാം. -120 എഴുതാൻ കാരണം വി ആറിനെ അപേക്ഷിച്ച് 120 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വി വൈ ഉള്ളത്. വി ബിനെ നമുക്ക് വി എം സൈൻ ഒമേഗ ടി -240 എന്ന് കൊടുക്കാം. 240 എഴുതാൻ കാരണം വി ആറിനെ അപേക്ഷിച്ച് 240 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വി ബി ഫ്ലോ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വേവ് ഫോമിൻ്റെ ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള ഈ മൂന്ന് ഇ എം എഫുകളുടെയും സമ്മ് കണ്ടാലും അത് ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 180 ഡിഗ്രിയിലുള്ള മൂന്ന് വാല്യൂസും, അതായത് മൂന്ന് വോൾട്ടേജസിൻ്റെയും സമ്മ് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ടോട്ടൽ 0 ആയിട്ടായിരിക്കും വരിക. അതാണ് ഇവിടെ പറയുന്നത് സം അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് വി ആർ പ്ലസ് വി ബി പ്ലസ് വി വൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ അഡീഷൻ മറ്റേ ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജസിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് രണ്ട് കണക്ഷൻസിനെ പറ്റി പഠിക്കാം. അതായത് 3 ഫേസ് വൈൻഡിങ്സിനെ നമുക്ക് സ്റ്റാർ ആയിട്ടും ഡെൽറ്റ ആയിട്ടും കണക്ട് ചെയ്യാം. ഇതിനെയാണ് സ്റ്റാർ കണക്ഷൻ എന്നും രണ്ടാമത്തത് ഡെൽറ്റ കണക്ഷനുമാണ്. സ്റ്റാർ കണക്ഷൻ്റെ പ്രത്യേകത 3 വൈൻഡിങ്ങുകളെ 120 ഡിഗ്രിയിൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് കോമൺ ടെർമിനലിൽ നിന്ന് നമ്മൾ ന്യൂട്രൽ ഔട്ട് എടുക്കും. ഇതാണ് സ്റ്റാറിൻ്റെ കണക്ഷൻ. ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത് 3 വൈൻഡിങ്ങുകളെ മ്യൂച്വലി കണക്ട് ചെയ്തിട്ട് അവയുടെ കണക്റ്റിംഗ് പോയിന്റ്സിൽ നിന്നാണ് നമ്മൾ ലൈൻസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വൈൻഡിങ്സിന് കോമൺ ആയിട്ടൊരു ന്യൂട്രൽ എന്നുള്ള പോയിന്റ് ഇല്ല. ഇനി നമുക്ക് ലൈൻ ആൻഡ് ഫേസ് വാല്യൂസ് എന്താണെന്ന് പരിചയപ്പെടാം. നമ്മൾ വോൾട്ടേജസിൻ്റെ കേസിൽ ലൈൻ വോൾട്ടേജ് അതുപോലെ തന്നെ ഫേസ് വോൾട്ടേജ് 2 വോൾട്ടേജുകളുണ്ട്. കറണ്ടും ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, അങ്ങനെ 2 കറണ്ടുകളുണ്ട്. ഇനി ഇവ തമ്മിലുള്ള സ്റ്റാറിലെയും അതുപോലെ തന്നെ ഡെൽറ്റയിലെയും റിലേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാറിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ന്യൂട്രലും അതുപോലെ ഒരു ഫേസ് വൈൻഡിങ്ങും ഒരൊറ്റ വൈൻഡിങ്ങിൻ്റെ ഇടയിൽ വരുന്ന വോൾട്ടേജിനെയാണ്, അതായത് ഒരൊറ്റ വൈൻഡിങ്ങിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഫസ്റ്റത്തത് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ആറിൻ്റെയും എന്നിൻ്റെ ഇടയിലുള്ളത്, അതുപോലെ തന്നെ ബിൻ്റെയും എന്നിൻ്റെ ഇടയിലുള്ളത് എൻ ന്യൂട്രലാണ്, അതുപോലെ വൈൻ്റെയും എന്നിൻ്റെ ഇടയിലുള്ളത്, അങ്ങനെ 3 ഫേസ് വോൾട്ടേജസ് ഇവിടെയുണ്ട്. പക്ഷേ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജാണ് ലൈൻ വോൾട്ടേജ്. അതായത് ആറിൻ്റെയും വൈൻ്റെ ഇടയിലുള്ളത്, അതായത് ആർ വൈ, അതുപോലെ വൈൻ്റെയും ബിൻ്റെ ഇടയിലുള്ള വൈ ബി, അതുപോലെ ബിൻ്റെ ആറിൻ്റെ ഇടയിലുള്ള എടുക്കുകയാണെങ്കിൽ വി ആർ ബി. അതാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ഓരോ ഫേസ് വൈൻഡിങ്ങിലൂടെ ഒഴുകുന്ന കറണ്ടിനെയാണ് ഫേസ് കറണ്ട് IPH എന്ന് പറയുന്നത്. ഇനി ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ലൈനിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന കറണ്ടിനെയാണ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റാറിൻ്റെ ഡെൽറ്റയുടെ കേസിലാണെങ്കിലും ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ലൈൻസിലൂടെയുള്ള കറണ്ടാണ്. ഇനി ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ഓരോ വൈൻഡിങ്ങിലൂടെ മാത്രം ഒഴുകുന്ന കറണ്ടിനെയാണ് ഫേസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ ഫേസിനും അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻസ് ഇക്വേഷൻസും ഉണ്ട്. ഫസ്റ്റത്തത് സ്റ്റാർ കണക്ഷനിൽ വരുന്നതാണ്. സ്റ്റാർ കണക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫേസ് വോൾട്ടേജസ് ആയിട്ടുള്ള ENR, ENY, ENB കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലൈൻ വോൾട്ടേജസ് ERY, EBR, അതുപോലെ EYB, അതുപോലെ ലൈൻ കറൻസ് IR, IY, IB, ഫേസ് കറൻസ് INR, INB, അതുപോലെ INY, അങ്ങനെ ഇത് നമുക്ക് കാണിച്ചിട്ടുണ്ട്.
ഇനി ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും ഇവിടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം അത് സീരീസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ INRും IRും ഈക്വൽ ആയിരിക്കും, അതുപോലെ INYയും Iയും ഈക്വൽ ആയിരിക്കും, INBയും IBയും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇവിടെ വോൾട്ടേജസ് ഡിഫറെൻ്റ് ആണ്. കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂട്രലിൻ്റെയും ഇവിടുത്തെ ഫേസിൻ്റെ ഇടയിൽ എടുക്കുന്നതാണ്. പക്ഷേ ഫേസ് വോൾട്ടേജ് ഇവിടെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് ലൈനുകൾക്കിടയിലുള്ളതാണ്. അപ്പോൾ രണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് വൈൻഡിങ്ങുകൾ വരുന്നുണ്ട്. അപ്പം വോൾട്ടേജ് ഇവിടെ ഫേസ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ ലൈൻ വോൾട്ടേജ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട്, ആൻഡ് ലൈൻ വോൾട്ടേജ് ഈസ് നോട്ട് സെയിം ആസ് ഫേസ് വോൾട്ടേജ്. അതായത് വോൾട്ടേജസ് ഡിഫറെൻ്റ് ആണ്, കറണ്ട്സ് സെയിം ആണ്. ഇനി ആ റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരലലോഗ്രാം ലോ എടുത്തിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വോൾട്ടേജസ് ആണ് എടുക്കുന്നത് ഈ കേസിൽ. അപ്പോൾ വോൾട്ടേജസിനെ ഓരോ ഫേസിലൂടെയുള്ള വോൾട്ടേജസിനെ നമ്മളെടുത്തു. എ എന്നുള്ള ഫേസിലൂടെയുള്ളതിന് EA, അതുപോലെ EC ആൻഡ് EB, 3 ഫേസിലുള്ള വോൾട്ടേജസിന് എടുത്തു. ഈ ഫേസസ് തമ്മിൽ 120 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EA എന്നുള്ള ഫേസിൻ്റെയും EB എന്നുള്ള ഫേസിൻ്റെയും ഇടയിൽ എത്രയാണ് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നതായിരിക്കും ലൈൻ കറണ്ട് ആയിട്ടുള്ള EAB എന്ന് പറയുന്നത്, ലൈൻ വോൾട്ടേജ് ആയിട്ടുള്ള EAB. അതായത് ഫേസ് വോൾട്ടേജ് ആയിട്ടുള്ള EAൻ്റെയും EBൻ്റെയും റിസൾട്ട് ആയിരിക്കും ലൈൻ വോൾട്ടേജ് ആയിട്ടുള്ള EAB. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാരലലോഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ പാരലലോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വേഷനാണ് EAB എന്ന് പറയുന്നതാണ് റിസൾട്ടൻ്റ്. ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് EAയും EBയും EC എന്ന് പറയുന്ന 3 വോൾട്ടേജസ് ആണ് നമുക്ക് ഫേസ് വോൾട്ടേജസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ EAൻ്റെ EBൻ്റെ കൂടെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് EBനെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു പാരലലോഗ്രാം ഫോം ചെയ്യാം. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ അതില്ലെങ്കിൽ EAൻ്റെയും EBൻ്റെയും കൂടെ റിസൾട്ടായിട്ട് നമുക്കിവിടെ EABനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ EAB എത്രയാണെന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ EAB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പാരലലോഗ്രാം യൂസ് ചെയ്തിട്ട് EA² + EB² + 2EA/EB cos 60 എന്ന് പറയുന്നത് ഈ രണ്ട് EAൻ്റെയും EBൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അതായത് ഇവിടെ 120 ഡിഗ്രീനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് ഈ രണ്ട് ഫേസ് വോൾട്ടേജസിന് ഇടയ്ക്ക് വരുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് cos 60ൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് EAB² = E² + EB² + EA/EB എന്ന് കിട്ടും. ഇനി ഫേസ് കറണ്ട്സ് ബാലൻസ്ഡ് ലോഡ് ആയതുകൊണ്ട് എല്ലാ ഫേസിലും ഉള്ള കറണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വോൾട്ടേജസ് ഒരു ഫേസിലുള്ള വോൾട്ടേജസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് EA = EB = E എന്ന് എഴുതാം. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം EAB² = E² E എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് 3 E² കിട്ടും. അത് ആഡ് ചെയ്യുമ്പോൾ 3E² കിട്ടി. ഇനി EAB എന്ന് പറയുന്നത് √3E². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3E കിട്ടും. അപ്പം EAB എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്. EAB എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ്, E എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫൈനലൈസ് ചെയ്ത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും നമ്മൾ റിലേഷൻ എഴുതാം. VL = EABക്ക് പകരം VL എന്ന് എഴുതാം. അതുപോലെ ഇക്ക് പകരം EPH എന്ന് എഴുതാം. EPH എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് വോൾട്ടേജ്. അപ്പം VL = √3 VPH. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്തൊരു ആൻസർ കിട്ടും. അതായത് ലൈൻ വോൾട്ടേജ് √3 PH, അതായത് ഫേസ് വോൾട്ടേജ്. ഓക്കെ, അപ്പം എപ്പോഴും ഫേസ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും ലൈൻ വോൾട്ടേജ്
സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് വോൾട്ടേജസ് 230 വോൾട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്മൾ 3 ഫേസിൽ വരുമ്പോൾ 2 ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 230 × √3. ഓക്കെ, അപ്പോൾ അതൊരു 440 വോൾട്ടിൻ്റെ റേഞ്ചിൽ കിട്ടും. അപ്പോൾ എപ്പോഴും 3 ഫേസിൽ വരുമ്പോൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് കൂടുതലാണ്. സിംഗിൾ ഫേസ് എന്ന് പറയുമ്പോൾ ഒരു ലൈനും ഒരു ന്യൂട്രലിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത് നോക്കാം. ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ ഉള്ള ലൈൻ വോൾട്ടേജസ് ആണ് ER/Y, EBR, അതുപോലെ EYB, അതായത് 2 ലൈനുകൾക്കിടയിൽ വരുന്ന വോൾട്ടേജസ്. ഇനി ഫേസ് വോൾട്ടേജസ് ആണ് E12, അതായത് 1, 2, 3 എന്ന് പറയുന്നത് ആ ഓരോ വൈൻഡിങ്ങുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അപ്പം 1 എന്നുള്ള പോയിന്റിൻ്റെ ഇടയിലും 2 എന്നുള്ള പോയിന്റിൻ്റെ ഇടയിലും കണക്ട് ചെയ്തിട്ടുള്ള ഈ വൈൻഡിങ്ങിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ആ ഫേസ് വോൾട്ടേജ് ആയിട്ടുള്ള E12, അതുപോലെ E31, അതുപോലെ E23. ഓക്കെ, ഇനി ഓരോ ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടുകളാണ് E3 തൊട്ട് 1 വരെയാണ് ഒഴുകുന്നത്, അതുകൊണ്ട് I31. അതുപോലെ 1 തൊട്ട് 2 വരെ ഒഴുകുന്നുണ്ട് I12. ഇനി 2 തൊട്ട് 3 വരെ ഒഴുകുന്നുണ്ട് I23. അങ്ങനെ 3 ഫേസ് കറണ്ട്സും. ഇനി ഓരോ ലൈനിലൂടെയുള്ള കറണ്ടുകളാണ് IR, IY ആൻഡ് IB. ഇനി ഇവ 4 തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. എപ്പോഴും ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ വോൾട്ടേജസ്, അതായത് ലൈൻ വോൾട്ടേജസ് ഫേസ് വോൾട്ടേജസിനോട് ഈക്വൽ ആയിരിക്കും. കാരണം ലൈനുകൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഫേസുകളുടെ കോയിൻസൈഡിങ് പോയിന്റിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ ഈ ഫേസിന് അക്രോസ് എത്രയാണോ വോൾട്ടേജ് മെഷർ ചെയ്യപ്പെടുന്നത് അതേ എഫക്റ്റ് ആയിരിക്കും നമ്മൾ 2 ലൈനുകൾക്കിടയിൽ എടുക്കുന്നത്. അപ്പം ഡെൽറ്റേൻ്റെ കേസിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. പക്ഷേ കറണ്ടുകൾ ഡിഫറെൻ്റ് ആണ്. കാരണം ലൈൻ ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നത് മീറ്റിംഗ് പോയിന്റിൽ നിന്ന് 2 ഫേസുകളുടെ മീറ്റിംഗ് പോയിന്റിലായതുകൊണ്ട് ഈ ഫേസ് കറണ്ടുകളുടെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ ആയിരിക്കും നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ലൈനിൽ കിട്ടുന്നത്. ഓക്കെ, അതായത് I31ൻ്റെയും I12ൻ്റെയും ഡിഫറൻസ് ഓർ സമ്മായിരിക്കും നമുക്ക് ഇവിടെ IR ആയിട്ട് കിട്ടുന്നത്. അതായത് ഇവിടെ KCL, അതായത് കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ കറണ്ട് ഫേസിലും ലൈനിലും ഡിഫറെൻ്റ് ആണ്, പക്ഷേ വോൾട്ടേജസ് രണ്ടും ഈക്വൽ ആണ്. കറണ്ടുകൾ തമ്മിൽ 120 ഡിഗ്രി അപ്പാർട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ എത്രയാണ് ലൈൻ കറണ്ടാണ് ഇവിടെ ഡിഫറെൻ്റ്, ലൈൻ കറണ്ട് ഫേസ് കറണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലൈനിലൂടെ എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യാണ്. ഇവിടെ 3 കറണ്ട്സ് നമുക്കറിയാം, IA, IB ആൻഡ് IC. അതിനെ 3 നമ്മൾ 120 ഡിഗ്രിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് IC, അതായത് C എന്നുള്ള വൈൻഡിങ്ങിൻ്റെയും A എന്നുള്ള വൈൻഡിങ്ങിൻ്റെയും ഇടയിൽ വരുന്ന ലൈനിൽ കൂടെ എത്രയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന്. അതായത് ഇപ്പം ഇവിടെ ഫസ്റ്റത്തെ ലൈന് A ആയിട്ടും ഇതിനെ C ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ലൈനിൽ എത്രയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ICനെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്ടോറിയലായിട്ട് വരച്ചിട്ട് നമുക്കൊരു പാരലോഗ്രാം ഫോം ചെയ്യാം. ഈ പാരലോഗ്രാമിൻ്റെ റിസൾട്ടാണ് IAC എന്ന് പറയുന്നത്. അപ്പോൾ IACൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I² + IC² + 2IAIC cos 60. cos 60 എന്ന് പറയുന്നത് IAൻ്റെയും ICൻ്റെയും ഇടയിൽ വരുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I² IC² + IAIC എന്ന് കിട്ടും. ഇനി ഫേസുകൾ എല്ലാം ബാലൻസ്ഡ് ആയതുകൊണ്ട് ഓരോ ഫേസിലൂടെയുള്ള കറണ്ടുകൾ എന്തായിരിക്കും, പരസ്പരം ഈക്വൽ ആയിരിക്കും. അതായത് IA = IC = IB = I ആയിരിക്കും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് മുഴുവൻ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ IAC² = 3I² കിട്ടും. ഇനി ലൈൻ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അതായത് IAC = √3I², അതായത് √3I എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും നമ്മുടെ റിലേഷൻ കിട്ടി. എന്താണ്? ISC എന്ന് പറയുന്നത് ലൈൻ കറണ്ടാണ്, അതായത് IL. I എന്ന് പറയുന്നത് ഫേസ് കറണ്ടാണ്, IPH. അപ്പം IL ഇസ് ഈക്വൽ ടു √3 IPH. അപ്പോൾ ഇതാണ് ഡെൽറ്റ കണക്ഷനിലുള്ള പ്രത്യേകത. അപ്പോൾ ഓർക്കേണ്ട കാര്യം, സ്റ്റാർ കണക്ഷനിൽ വോൾട്ടേജസ് ആണ് ഡിഫറെൻറ്റ്, വോൾട്ടേജസ് ഡിഫറെൻ്റ് ആണ്, കറണ്ട് സെയിം ആണ്. ഡെൽറ്റാൻ്റെ കേസിലാണെങ്കിൽ കറണ്ട് ഡിഫറെൻ്റ് ആണ്, വോൾട്ടേജസ് സെയിം ആണ്. ഇനി നമ്മൾ പവർ എങ്ങനെ ഡെറിവ് ചെയ്യാൻ നോക്കാം. പവർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫേസിൽ പവർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു സിംഗിൾ ഫേസിലുള്ള പവറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ, ബാലൻസ്ഡ് സർക്യൂട്ടിൽ 3 ഫേസിലുള്ള പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ഫേസ് പവറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 ഫേസ് പവർ കിട്ടും. അതാണ് 3 ഇൻറ്റു VPH IPH cos phi എന്ന് പറയുന്നത്. അപ്പോൾ VPH IPH cos phi എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ഫേസിലുള്ള പവർ മെഷർമെൻ്റ് ആണ്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ ഫേസ് വാല്യൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലൈൻ വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ VPH ഇസ് ഈക്വൽ ടു VL/√3 IPH ഇസ് ഈക്വൽ ടു IL ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് P ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു VL/√3 ഇൻറ്റു IL ഇൻറ്റു cos phi എന്ന് കിട്ടും. അപ്പോൾ അതിന് 3നെയും √3നെയും കൂടെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് √3 VL/IL cos phi എന്ന് കിട്ടും. phi എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ആണ് കേട്ടോ. ഇനി ഡെൽറ്റ കണക്ഷനിൽ എങ്ങനെയാണ് പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. സെയിം തന്നെയാണ്, അതായത് പവർ സിംഗിൾ ഫേസിലുള്ള പവറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ അഗെയിൻ വോൾട്ടേജിനെയും കറണ്ടിനെയും നമുക്ക് ലൈനിൻ്റെ ടേംസിൽ കൊണ്ടുവരാം. അതായത് VPH ഈക്വൽ ടു VL ആണ് ഡെൽറ്റേൻ്റെ കേസിൽ, IPH ഇസ് ഈക്വൽ ടു IL/√3 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ √3 VL/IL cos phi എന്ന് കിട്ടും. അപ്പോൾ phi ഫേസ് ആംഗിൾ ആണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, സ്റ്റാറിൻ്റെ കേസിലാണെങ്കിലും പവർ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ആണ്, അതായത് 3 ഇൻറ്റു VPH IPH cos phi. ലൈൻസിൻ്റെ കേസിലാണെങ്കിൽ √3 VL/IL cos phi. ഡെൽറ്റേൻ്റെ കേസിലാണെങ്കിലും സെയിം ഇക്വേഷൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഇവിടെ പവർ കാണാനുള്ള ഇക്വേഷൻസ് 2 രീതിയിൽ കണക്ട് ചെയ്താലും സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 3 ഫേസ് മോട്ടറാണ്. അത് എൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് 415 വോൾട്ടാണ്. അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള കറണ്ട് 50 ആംപിയർ ആണ്. അതിൻ്റെ പവർ ഫാക്ടർ 0.8ഉം അതുപോലെ എഫിഷ്യൻസി 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിലെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം പവർ കൺസംഷൻ നടത്തി, അല്ലെങ്കിൽ അത് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്തു, അതിനനുസരിച്ച് നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് പവർ കിട്ടി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതാം. ഫസ്റ്റ് ലൈൻ വോൾട്ടേജ് ആണ് 415, ലൈൻ കറണ്ട്, പവർ ഫാക്ടർ, എഫിഷ്യൻസി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, അതായത് 90/100. അതുകൊണ്ടാണ് അതിന് 0.9 എന്ന് എഴുതിയത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു മോട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് അതിന് എത്രമാത്രം ഔട്ട്പുട്ട് തരാൻ കഴിയുന്നു, അതാണ് അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓക്കെ, ആ ഔട്ട്പുട്ട് എത്രമാത്രം തന്നു, നമ്മൾ എത്ര ഇൻപുട്ട് കൊടുത്തപ്പോൾ, അതാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാം. ഇൻപുട്ട് നമുക്ക് കൊടുത്ത കാര്യങ്ങൾ, ആ മോട്ടറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്തൊക്കെയാണ്? √3 ഇൻറ്റു VL/IL cos phi. അതായത് നമുക്ക് VL ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട്, അതുപോലെ പവർ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് പവർ കിട്ടും. ഇനി നമുക്ക് അത് എത്രമാത്രം ഔട്ട്പുട്ട് നമുക്ക് തന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കിട്ടിയ ഇൻപുട്ടിനെ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ നിന്ന് ഇക്വേഷൻ കിട്ടും, ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടിന് കിട്ടിയ വാല്യൂവിനെ എഫിഷ്യൻസി കൊണ്ട്, അതായത് 0.9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹോഴ്സ് പവറിലുള്ള കാൽക്കുലേറ്റ് ഇറ്റ്സ് HP എന്നാണ്, ഹോഴ്സ് പവറാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ ഔട്ട്പുട്ട് വാല്യൂവിനെ 735.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.18 HP എന്ന് കിട്ടും. അപ്പം ആ മോട്ടർ എൻ്റെ HP, അതായത് HP വാല്യൂ, അതായത് ഹോഴ്സ് പവർ വാല്യൂ 35.18 HP ആണ്.
ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ബാലൻസ്ഡ് ലോഡാണ് തന്നിട്ടുള്ളത്. ബാലൻസ്ഡ് ലോഡാണെന്ന് പറയാൻ കാരണം ഇവിടെ സ്റ്റാർ കണക്ഷനാണ്. ഇവിടെ റിയാക്ടൻസ് അതായത് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 0.07 ആണ്. അതുപോലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 11.88 ആണ്. സെയിം വാല്യൂസ് ആണ് മറ്റ് രണ്ട് ബ്രാഞ്ചസിലുള്ളത്. അതുകൊണ്ട് ഇതൊരു ബാലൻസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ. ഇനി ഇവിടെ രണ്ട് ഫേസ് അതായത് ഫേസ് വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 433/√3 തന്നിട്ടുണ്ട്. അതുപോലെ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 433 വോൾട്ട്. ഇപ്പം ലൈൻ വോൾട്ടേജ് ഈ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, അതുപോലെ അതിൻ്റെ ഇമ്പിഡൻസ് കാണാനുള്ള, അതായത് ഓരോ ബ്രാഞ്ചിലുള്ള ഇമ്പിഡൻസ് കാണാനുള്ള റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈൻ കറണ്ട് ടോട്ടൽ പവർ എത്ര അബ്സോർബ്ഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ആണ്. അതുപോലെ ഡെൽറ്റയിലായിരിക്കുമ്പോഴും അതുപോലെ സ്റ്റാറിലായിരിക്കുമ്പോഴും രണ്ട് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴും എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തത് സ്റ്റാർ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? √3 VPH is equal to VL ആണ്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഈ ലോഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റാർ ഫോം ചെയ്യുക, സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ ഫോം ചെയ്യുക. അതിലും എത്രയൊക്കെയാണ് അതിലെ വോൾട്ടേജസ് എന്നും കറണ്ട് എന്നുള്ളതും അതുപോലെ പവർ എന്നുള്ളതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടുള്ള സ്റ്റാർ കണക്ഷന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർ കണക്ഷനിലാണ് √3 VPH is equal to VL വരുന്നത്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? VL/√3 ആണ്. അപ്പോൾ നമുക്ക് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട് കിട്ടും. ഓക്കെ. അതായത് ലൈൻ വോൾട്ടേജ് 433 ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫേസ് വോൾട്ടേജ് 250 വോൾട്ട് കിട്ടി. ഇനി നമുക്ക് ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, അല്ലേ? ഇൻഡക്റ്റൻസ് ഓഫ് 0.07 ഹെൻറി എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡക്റ്റൻസ് പോരാ, എന്ത് വേണം? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വേണം. അപ്പോൾ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനാണ് 2πfL. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × π എന്ന് പറയുന്നത് 22/7 അല്ലെങ്കിൽ 3.14 × 50 × ഇൻഡക്റ്റൻസ് വാല്യൂ 0.07. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 22 ഓം കിട്ടും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ ആണ് 22 ഓം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇമ്പിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതായത് നമുക്ക് ഓരോ ലോഡിലും ഒരു ഫേസിലും എന്തുണ്ട്? റെസിസ്റ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ റിയാക്റ്റൻസും ആയിട്ടുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സമ്മായിട്ടുള്ള ഇമ്പിഡൻസ് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ZPH അതായത് ഫേസിലുള്ള ഇമ്പിഡൻസ്, ഓരോ ഫേസിലുള്ള ഇമ്പിഡൻസ് പറയുന്നത് √R² + XL². അതായത് R എന്ന് പറയുന്നത് 11.88² + XL എന്ന് പറയുന്നത് 22². അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടുമ്പോൾ ഓരോ ഫേസിലുള്ള ഇമ്പിഡൻസ് പറയുന്നത് 25 ഓം ആണെന്ന് കിട്ടും. ഇമ്പിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫേസ് കറണ്ട് കണ്ടുപിടിക്കാം, അല്ലേ? ഫേസ് കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് എഴുതി? IPH is equal to ആ ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആ ഫേസിലുള്ള ഇമ്പിഡൻസ്. അപ്പോൾ ഫേസിലുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു 250 ഡിവൈഡഡ് ബൈ ഓരോ ഫേസിലുള്ള ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 25. 250 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് 10 ആംപിയർ കിട്ടും. ഇനി സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് ഫേസ് കറണ്ടും ലൈൻ കറണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഇവിടെ നമ്മൾ ഫേസ് കറണ്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് തന്നെയായിരിക്കും ലൈൻ കറണ്ട്. അതായത് IPH is equal to IL. അതുകൊണ്ട് ലൈൻ കറണ്ട് എത്രയാണ്? 10 ആംപിയർ തന്നെയാണ്. ഇനി പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? cos φ is equal to R/Z എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ 12 ആണ്, അല്ലേ? റെസിസ്റ്റൻസ് 12 ആണ് വരുന്നത്. 12 ഡിവൈഡഡ് ബൈ 25. ഓക്കെ. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.48 കിട്ടും. ഇനി നമുക്ക് ഇതിവിടെ 12 എടുക്കാൻ കാരണം 11.88 റൗണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ 12. അപ്പോൾ 12 ഡിവൈഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് 0.48 കിട്ടും. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
√3 VLIL cos phi അല്ലെങ്കിൽ 3 VPH IPH cos phi ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.6 kW ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പവറും അതുപോലെ കറണ്ടും വോൾട്ടേജസും ഒക്കെ മെഷർ ചെയ്തു. ഇനി നമ്മൾ ആ ലോഡ്സിനെ സെയിം ലോഡ്സിനെ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ലൈൻ വോൾട്ടേജ് തന്നിട്ടുള്ളൂ, അതായത് 433 തന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം ഡെൽറ്റേൻ്റെ കേസിലാവുമ്പോൾ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജ് ഈക്വൽ ആയതുകൊണ്ട് രണ്ടും 433 ആണ് വരിക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലൈൻ കറണ്ടും അതുപോലെ ഫേസ് കറണ്ടും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഫേസ് കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇത് ഓരോ ഫേസിലുള്ള വോൾട്ടേജിനെ അതിൻ്റെ ഇമ്പിഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇമ്പിഡൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 25 ആണ് എന്നുള്ളത്. അപ്പം നമുക്ക് ഓരോ ഫേസിലുള്ള കറണ്ട് എന്ന് പറയുന്നത് VPH/ZPH, അതായത് 433 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് 17.32 ആംപിയർ കിട്ടും. ഇനി ഡെൽറ്റേൻ്റെ കേസിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഫേസ് വോൾട്ടേജ് ആണ്, ഫേസ് കറണ്ടാണ്. ഫേസ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ലൈൻ കറണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 30 ആംപിയർ എന്ന് കിട്ടും. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √3 VLIL cos phi ഇക്വേഷൻ ഇടുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തത് വാട്ട്സിനെ കിലോ വാട്ട്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10.8 kW എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂസ് നമുക്ക് പവർ മെഷർമെൻറ്റ്സ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് നമുക്ക് വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും സെപ്പറേറ്റ് മീറ്റേഴ്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്ത് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാതെ ഒരു സിംഗിൾ മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിനെ മെഷർ ചെയ്യാം. ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. അതായത് പവർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു വാട്ട് മീറ്റർ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ പവർ കണ്ടുപിടിക്കാമെന്നാണ്. അതിനുള്ള 3 മെത്തേഡ്സ് ആണ് 1 വാട്ട് മീറ്റർ മെത്തേഡ്, 2 വാട്ട് മീറ്റർ മെത്തേഡ്, 3 വാട്ട് മീറ്റർ മെത്തേഡ്. 1 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ബാലൻസ്ഡ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. 2 വാട്ട് മീറ്റർ മെത്തേഡും 3 വാട്ട് മീറ്റർ മെത്തേഡും നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് കണ്ടീഷനിലോ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ലോഡുകൾ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്തതെന്ന് കാണിക്കുന്നത്. ഇപ്പം 3 ഫേസ് മോട്ടർ ആണെങ്കിൽ 3 ലൈൻസിൽ നിന്നും അവിടെ കണക്ഷൻ വരുന്നുണ്ട്. ഇനി പവർ സോക്കറ്റ് ആണെങ്കിൽ അവിടെ വരുന്നത് ഒരു ന്യൂട്രലിൽ നിന്നും ഒരു ഫേസിൽ നിന്നുമാണ്, ഒരു ലൈനിൽ നിന്നുമാണ് കണക്ഷൻ വരുന്നത്. പിന്നെ CFL ലാമ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ലൈനിലും അതുപോലെ ന്യൂട്രലിൽ നിന്നും വരുന്നുണ്ട്. ഫാൻ ആണെങ്കിലും ഒരു ലൈനിൽ നിന്നും അതുപോലെ തന്നെ ഒരു ന്യൂട്രലിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇതിപ്പോൾ ഒരു വീട്ടിലുള്ള ഒരു കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന രീതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവയൊക്കെ എത്രമാത്രം പവറാണ് കൺസംഷൻ നടത്തിയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 1 വാട്ട് മീറ്റർ മെത്തേഡും 2 വാട്ട് മീറ്റർ മെത്തേഡും അതുപോലെ 3 വാട്ട് മീറ്റർ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് 1 വാട്ട് മീറ്റർ മെത്തേഡാണ്. 1 വാട്ട് മീറ്റർ മെത്തേഡിൽ ഇവിടെ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ 2 കോയിൽസ് ആണ് വാട്ട് മീറ്ററിന് ഉണ്ടാവുക, കറണ്ട് കോയിലും പ്രഷർ കോയിലും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കറണ്ട് കോയിൽ ഒരു ലോഡിൻ്റെ ഒരു ലൈനിലേക്കും അതുപോലെ അതിൻ്റെ പ്രഷർ കോയിൽ എന്ന് പറയുന്നത് ന്യൂട്രലിലേക്കും കണക്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ ഫേസിലുള്ള പവർ, അതായത് ഇവിടെ ഒരൊറ്റ ഫേസിന് അക്രോസ് ഉള്ള പവർ നമുക്ക് കിട്ടും. ആ പവറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പവർ കൺസംഷൻ കിട്ടും. കാരണം ഇത് ബാലൻസ്ഡ് ലോഡാണ്. അതായത് ബാലൻസ്ഡ് ലോഡാവുന്ന കേസിലാണ് നമ്മൾ 1 വാട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 വാട്ട് മീറ്ററിൽ കിട്ടിയത് VP IP cos phi ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പവർ നമുക്ക് കിട്ടും. ഇനി 1 വാട്ട് മീറ്റർ മെത്തേഡിൽ തന്നെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് 3 × W, അതായത് W എന്ന് പറയുന്നത് ഒരൊറ്റ വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നതാണ്.
ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ വാട്ട് മീറ്റർ മതി. ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഒരുപാട് മീറ്റേഴ്സ് വെച്ച് കൺഫ്യൂഷൻ ആവേണ്ട, ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ എങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ബാലൻസ്ഡ് ലോഡ് ആയിരിക്കണം എന്നില്ല. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ 3 ഫേസ് സിസ്റ്റത്തിൽ അൺബാലൻസ്ഡ് കണ്ടീഷൻസ് വരാം. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ചെയ്യുന്നത് 2 മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. 2 വാട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെഷർമെൻറ്റ്സ് നടത്തുക. സ്റ്റാറിലും ഡെൽറ്റയിലും കണക്ട് ചെയ്യാം. ഇത് രണ്ടിലാണെങ്കിലും ചെയ്യേണ്ടത് ഇതാണ്. അതിൻ്റെ കറണ്ട് കോയിൽ ഒരു ലൈനുമായിട്ട് രണ്ടിൻ്റെയും കറണ്ട് കോയിൽസ് നമ്മൾ 2 ലൈനുകളിൽ കൊടുക്കുക. പക്ഷേ രണ്ടിൻ്റെയും പ്രഷർ കോയിൽ കോമൺ ആയിട്ട് 3ാമത്തെ ലൈനിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മെഷർമെൻറ്റ്സ് നടന്നത്. അപ്പോൾ 2 വാട്ട് മീറ്റേഴ്സ് മതി. പക്ഷേ രണ്ടിൻ്റെയും കറണ്ട് കോയിൽസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസിലും അതിൻ്റെ 3ാമത്തെ ലൈനിലേക്ക് രണ്ടിൻ്റെയും പ്രഷർ കോയിൽസ് കോമൺ ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഡെൽറ്റേൻ്റെ കേസിലാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ കറണ്ട് കോയിൽ ഇവിടെ ലൈനിലേക്ക് കണക്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ അടിയിലുള്ള ഈ കോയിലിൽ 2എണ്ണത്തിൻ്റെയും ബി എന്നുള്ള ലൈനിലേക്കാണ് കോമൺ ആയിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് അൺബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് 2 മീറ്ററിലെയും റീഡിങ് കിട്ടിയാൽ അതിൻ്റെ രണ്ടിൻ്റെയും ആഡ് ചെയ്താൽ, അതായത് W1 + W2, W1 എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ട് മീറ്റർ തരുന്ന റീഡിങ്ങും W2 എന്ന് പറയുന്നത് 2ാമത്തെ വാട്ട് മീറ്റർ തരുന്ന റീഡിങ്ങുമാണ്. അതിൻ്റെ ടോട്ടൽ സമ്മ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പവർ കിട്ടും. ഇനി അത് ചെയ്യുന്ന രീതി എന്താ നോക്കാം. ഇവിടെ നടക്കുന്ന കാൽക്കുലേഷൻ പ്രോസസ്സ് എന്താ നോക്കാം. ഫസ്റ്റത്തേത് W1 എന്ന് വാട്ട് മീറ്ററിലൂടെയുള്ള കറണ്ടാണ് IR. ഓക്കെ, ആറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് IR ആണ്. ഇനി W1 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, അതായത് ERB, ആറിൻ്റെയും ബിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ERB, അതായത് ER - EB ആയിരിക്കും ഫസ്റ്റത്തേൽ വരുന്ന വോൾട്ടേജ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന W1 ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് അല്ലേ. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് IR ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 ആറിൻ്റെയും ബിൻ്റെ ഇടയിലുള്ള ഡിഫറൻസീവ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ER - EB. ഇനി നമ്മൾ W2 2ാമത്തെ വാട്ട് മീറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് വൈയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ പ്രഷർ കോയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, വൈൻ്റെയും ബിൻ്റെ ഇടയിലുള്ളതാണ്, അതായത് YB. അപ്പം IY ഇൻറ്റു EY - EB ആയിരിക്കും, അതായത് വൈൻ്റെയും ബിൻ്റെയും ഡിഫറൻസീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കിട്ടുക. ഇനി നമുക്ക് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് W1 + W2 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് IR ഇൻറ്റു, അതായത് W1 പകരം അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, IR ഇൻറ്റു ER - EB പ്ലസ് ഇനി W2 പകരം IY ഇൻറ്റു EY - EB കൊടുക്കുക. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ IR ER - IR EB പ്ലസ് IY EY - IY EB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇക്വേഷൻ ഈ ഫോമിൽ വരും. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ 2 സ്ഥലത്തും EB എന്താണ്, കോമൺ ആണ്. അപ്പോൾ EBനെ കോമൺ ആയിട്ട് എടുക്കുക. അപ്പം IR + IY എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിർച്ചോഫ്സ് പോയിന്റ് ലോ അനുസരിച്ചിട്ട് IR + IY + IB എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അതായത് IR ഇവിടെ ഇൻകമ്മിങ് കറണ്ട് ആണ് അല്ലേ, IRഉം IBയും IYയും എന്താണ്, ഇൻകമ്മിങ് കറണ്ടാണ്. ഇപ്പം ന്യൂട്രലിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ ന്യൂട്രലിൽ എന്തായിരിക്കും, കറണ്ട് 0 ആയിരിക്കും. അപ്പം അത് കിർച്ചോഫ്സ് ലോ അനുസരിച്ച് IR + IB + IY = ന്യൂട്രൽ കറണ്ട്, അതായത് 0. ഓക്കെ, ന്യൂട്രൽ കറണ്ട് 0. അത് നമ്മൾ എടുക്കുമ്പോൾ IBയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, IR + IY = IBനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -IB. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ IBൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള അതായത് ഇവിടെ IR + IYക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, -IB എന്ന് കൊടുക്കാം. ഓക്കെ,
അതായത് ഈ ഇക്വേഷനിലുള്ള IR പ്ലസ് IYക്ക് പകരം -IB കൊടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ അതായിട്ട് കിട്ടും IR ER പ്ലസ് IY EY പ്ലസ് IB EB എന്ന് കിട്ടും. അപ്പോൾ IR ഇൻറ്റു ER എന്താണ്? P1, അതായത് ഫസ്റ്റ് ഫേസിലുള്ള പവർ. EY IY എന്ന് പറയുന്നത് എന്താണ്? P2, അതായത് രണ്ടാമത്തെ ഫേസിലുള്ള പവർ. IB EB എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഫേസിലുള്ള പവർ. അപ്പോൾ 2 വാട്ട് മീറ്റർ യൂസ് ചെയ്താലും നമുക്ക് 3 ഫേസിലുള്ള പവറും നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. അതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്. അതായത് W1 പ്ലസ് W2 ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3. ഓക്കെ, അപ്പം 2 വാട്ട് മീറ്റർ മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം എപ്പോഴും നമ്മുടെ കിട്ടുന്ന ലോഡ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോഡ് ബാലൻസ്ഡ് ആവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു അൺബാലൻസ്ഡ് കണ്ടീഷൻ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രിഫറബിളി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം 2 വാട്ട് മീറ്ററെ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിലും നമുക്ക് 3 ഫേസിലുള്ള പവേഴ്സും ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.